ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീത്തിൽ എടുക്കാൻ പോവാണ്. വീത്തിൻ്റെ പവർ എന്താണ് നിങ്ങൾക്ക് അറിയോ? വീത്തിൻ്റെ പവർ എന്താ പറഞ്ഞാ? ഹലോ, വീത്തിൻ്റെ പവർ എന്തൊക്കെയാണ്? വീത്തിൻ്റെ പവർ തന്നെ നമുക്കൊരു ബട്ടൺ വരും ഇവിടെ. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് കൂടും. ഹ്യൂമൻ വീത്രീൻ്റെ അങ്ങനെയാണ്, ഡാമേജ് കൂടും. ഡാമേജ് കൂടുമല്ലേ? വീത്തിരി കഴിഞ്ഞാല് നമുക്ക് അത് ഓഫ് ആക്കാൻ പറ്റും. അത് സംഭവം ഒരു സ്കില്ല് മാതിരി അല്ലേ? ആ ഒരു സ്കില്ല് മാതിരി നമ്മളെ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ കണ്ടില്ലേ, അവിടെ ഒരു ബട്ടൺ വരും. അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിവേറ്റ്. 15 സെക്കൻഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൽ V3 കിട്ടാൻ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡയമണ്ട് ബോസിന്റെ അടിയിൽ ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെ ഒരു വാതിലുണ്ട്. വാതിലിട്ടാ എവിടെ? അതാ വാതില്. ഏകദേശം ഈ 2-3 വളവിലാണ് അതിന്റെ വാതില്. ഇതിനുള്ളിൽ കയറിയിട്ട് ഇവിടെ ഒരാളുണ്ട്, അയാളെ സംസാരിക്കണം. ഇയാളുടെ എന്താ പേരെന്താ? അരുവോ അങ്ങനെന്താ പേര്. ഇയാൾ നിന്നിട്ട് നമ്മള് സംസാരിക്കണം കഴിച്ചു. ഇയാൾ സംസാരിച്ച് ഇയാൾ 3 ബോസിനെ കൊല്ലാൻ പറയാം നമ്മളോട്. റിപ്പിൻഡ്ര ട്രെയിൻലെസ് സ്ട്രെങ്ത് ഹിഡൻ സ്ട്രെങ്ത്. ഐ ആം ഇൻട്രസ്റ്റഡ് ബട്ട് നമ്മളെ അബിലിറ്റി സ്ട്രോങ് ആക്കാനാണ്. ജെർമിനെ ഓർബിറ്റ്സ് ആൻഡ് ഡയമണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളതും സെക്കൻഡ് ക്വസ്റ്റ്യനും പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ഉള്ള 3 ബോസിനെ കൊല്ലാൻ വേണ്ടി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ ബോസ് ഉണ്ട് നോക്കാം. ഇവിടുത്തെ ബോസിലേക്ക് എല്ലാവരും സർവർ ഓപ്പ് ചെയ്താണ്. എന്ന് വെച്ചാൽ ഈ റൈറ്റിൽ കാണുന്ന ഇത് നോക്കുക, ഈ 3 ചിഹ്നത്തും അത് നോക്കിയിട്ട് ഓരോ സർവർക്ക് മാറി മാറി ബോസുള്ള ഇത് കയറിയാൽ മതി. ബോസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ? അയ്യോ ഗൈസ്, അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ. കാത്തൊക്കെ തന്നെ വേണ്ടി വരും. പിന്നെ വന്ന് ഇനിയിപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളതല്ലേ? ഭാഗ്യം സെക്കൻഡ് ബോസും ഉണ്ട്. പിന്നെ തേർഡ് ബോസും ഉണ്ടായാൽ മതി. പെട്ടെന്ന് വീട്ടില ഭാഗ്യം ഉണ്ട് തോന്നുന്നു ഇതിലായിട്ട്. സെക്കൻഡ് ബോസ് വേരിയ ഹെൽമെറ്റ് കിട്ടിയ എന്താ? വേരിയ ഹെൽമെറ്റ് ബ്ലാക്ക്. എനിക്ക് കോട്ടും കിട്ടി. ഡ്രോപ്പ് ചെയ്ത് കോട്ട്. ബ്ലാക്ക്. ഇതില് 200 ഡാമേജ്, ആൾ ഡാമേജ് പ്ലസ് 700 എനർജിയും കൂടും. ഇതാണ് ലാഭം ഒന്ന് പറയും. ഗ്രീൻ സോൺ അയ്യോ പറയല്ല. എനിക്ക് കുറച്ചുമ്പോ സാധനം കിട്ടിയതാ. എനിക്ക് ഇന്നലെ ഒരുത്തിന്റെ എന്റെ ഈഗിള് ലൈറ്റ് ഒക്കെ വാങ്ങിക്കാണ്ട് നമ്മളെ സബ്സ്ക്രൈബർ പേരിപ്പോ എന്തേലും ആ ഗെയിമിംഗ് വിത്ത് പറഞ്ഞ ഏജ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്രിയേഷന് ഫോണിക്സ് ലവ് സൗണ്ട് ഒക്കെ തന്നാണ്. സാധാ നോർമല് അൺകോമൺ റയർ എടുത്താണ്ട് ലെജൻഡ് ഒക്കെ തന്ന്. വെബ്സൈറ്റ് എടുത്ത് നോക്കലുണ്ട്. ഞാൻ അങ്ങനെ ഒന്ന് വെറുതെ ടെസ്റ്റ് നോക്കലുണ്ട്. നല്ല വന്നാല് ബോസ് ഉണ്ടോ? ഗായ്സ് നല്ല ലക്കുണ്ട്. 3 ഒരു സമയം പെട്ടെന്ന് കിട്ടി. ഭയങ്കര ലക്കാണല്ലോ ഒന്ന്.
എവിടെ എവിടെ അവിടെ 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 ഇവിടെ ബ്രോ. ആ അവിടെ അല്ലേ. ആ ഓനി വന്നു. ഇനി അവിടേക്ക് തന്നെ പോവാം. ഇനി നേരെ പോവാ. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. ഓഹ് ഭയങ്കര പെട്ടെന്ന് തന്നെ എല്ലാം. ഓക്കെ എത്തി. ഓക്കെ കൊന്ന് ഓനക്കെത്ര 2 മില്യനോ കൊടുത്തോ. 5 മില്യൻ 2 മില്യനായി. ഊഹ് ഫുൾ പവർ അൺലോക്കഡ്. ആ കയ്യുണ്ട്. ഇത് എത്ര നിക്കും? അപ്പൊ ഞാൻ പോവല്ലേ? കുറച്ചേ നിക്കുള്ളൂ അല്ലേ? ഒരു 10 സെക്കൻഡ് 10 സെക്കൻഡ് നിൽക്കും. ഈ അവസ്ഥ പെട്ടെന്ന് ചാവുന്ന നേരത്തൊക്കെ ഉപയോഗിക്കല്ലേ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് കൂടും. ഇപ്പൊ ബ്രോ ഹ്യൂമൻ അല്ലേ ഉപയോഗിക്കുന്നത്? ബോള് എന്റെ റേസ് ഉണ്ട്. അത് ഗെയിമിനെ വെച്ച് ഒരു ബെസ്റ്റ് റേസ് ആണ്. ഹലോ കേക്കുന്നുണ്ട്. അത് ഗെയിമിനെ വെച്ച് ഏറ്റവും ബെസ്റ്റ് റേസ് ആണ്. ഞാൻ ബ്രോക്ക് കാണിച്ചു തന്നിരുന്നു ഒരു സ്ഥലത്തുനിന്ന്. മറ്റേ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നല്ലേനോ? അപ്പൊ നമ്മൾ ഈ ഷിപ്പിന്ന് ഇങ്ങനെ ബോസിനെ കിട്ടാൻ വേണ്ടി സെർവർ ഓഫ് ചെയ്യാം. സെർവർ ഓഫ് ചെയ്തിട്ട് ബോസിനെ കിട്ടി കഴിഞ്ഞാൽ അതിനെ കൊല്ലാം. ഭാഗ്യം ഡ്രോപ്പ് ആക്കും. ഏത് വാട്ടർ ഒക്കെ ഡ്രോപ്പ് ആക്കിട്ട് അതേമാതിരി ഭാഗ്യം ഡ്രോപ്പ് ആക്കും. അപ്പൊ ഏഞ്ചൽ കഴിഞ്ഞിട്ട് അതോ എച്ചിന്റെ അടുത്തുനിന്ന് പോയടാ. എച്ചിന്റെ അടുത്തുനിന്ന് പോയി ബുദ്ധന്റെ അടുത്തുനിന്ന് പോയി. നേരെ വന്നതോ ഒരു സ്പ്രിങ്ങക്ക്. എനിക്ക് അതിന്റെ എച്ചിയും അതിന് തൊട്ട് മുന്നേ ഏതോ ക്രിസ്തുവിനെ അങ്ങനെ ഏതോ ഒന്ന് പോയും ചെയ്തു. അപ്പൊ അതിന്റെ സ്പിന്നിൽ എടുത്തു വരുന്നതന്നെ. എക്ടോപ്ലാസം നോക്കട്ടെ. എന്താ ലാസ്റ്റ് റിസോർട്ട് എന്റെ കയ്യില്? അതാണ് അത് V3 പേരാണ് ലാസ്റ്റ് റിസോർട്ട്. അത് പോവോ ചത്ത കഴിഞ്ഞപ്പോ കൈ പിടിച്ചു കൈ പോകുന്നില്ല. അത് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഓണാക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഓണാക്കുന്നതല്ലേ. അങ്ങനെ എക്ടോപ്ലാസം 165. സോഡ അൺലോക്ക്. ഇമ്പിന്റെ അല്ലേ? മറ്റേ ഇതിന്റെ അതിന് നാട്ടിൽ പുതിയ സോൾ എടുക്കപ്പാ. എന്താ വന്ന സാധനം? അതിന്റെ സാധനം ഇനി ഇവിടുന്ന് സോഡ് വാങ്ങണം. ഞാൻ ഉള്ളിൽ കയറി അങ്ങനെ അതിന് പിന്നെ നോക്കാം. സോഡ ഇതിന് ഇഷ്ടംപോലെ ട്രഷർ ഉണ്ടല്ലേ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രഷർ ഉള്ള സ്ഥലം. ഇതിന്റെ ഉള്ളിൽ ഇവനെ അടുത്ത് ടോക്ക് ചെയ്ത് എക്ടോപ്ലാസം കൊടുത്താല് മിഡ് നൈറ്റ് ബ്ലേഡ് ഫോർ. ഓക്കെ, മിഡ് നൈറ്റ് ബ്ലേഡ് അല്ലേ പേര്? നോക്കട്ടെ. എക്യുപ്പ് ചെയ്ത്. ഇത് കൊള്ളാം. ഇത് വലിയ സാധനമാണല്ലോ. ആവശ്യമുള്ള സാധനം ബുദ്ധ യൂസേഴ്സിന് വ്യക്തിതാണ്. നമ്മുടെ ഗോൾഡ് മാസ്ക് ഉണ്ട് സാധനം. ഗോൾഡ് മാസ്ക്
അത് മേടിച്ചിട്ടോ? മേടിച്ചു. അതിന്റെ അത് എടുക്കും. ഇനി അങ്ങോട്ട് ഇതിട്ട് കളിച്ചാൽ ബ്രോ. അത് ലൈറ്റ് വെയിറ്റ് ആയ സംഭവം. അതിനാൽ ബ്രോന്റെ ഹെൽത്ത് പറഞ്ഞു കേൾക്കാം. ബ്രോ NPC അടിക്കുമ്പോ ഹെൽത്ത് ഇങ്ങനെ കുറച്ച് പോകും ബ്രോക്ക്. PvE ലൈഫ് ലീച്ച് മീല് PvP ലൈഫ് ലീച്ച് എനർജി 500 കൂടും. മൂവ്മെന്റ് സ്പീഡ് 35 മൂവ്മെന്റ് സ്പീഡ് കൂടും. മൂവ്മെന്റ് സ്പീഡും കൂടും. ബ്രോ ഇങ്ങനെ ഓടി അല്ല സ്പീഡ് ഇത് രണ്ടെണ്ണം കിട്ടാനുള്ളത്. ഇപ്പൊ എത്ര എണ്ണം ബാക്കിയുണ്ട്? ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് ചോദിച്ചു കഴിഞ്ഞാ ഇനി 15 ബാക്കിയുള്ളൂ. ബ്രോ ഇനി 100 ഉണ്ടാക്കേണ്ടി വരും. ഇനി 100 ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങൾ 100 ഉണ്ടാക്കിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബോസിന്റെ എന്താ പേര്? ഗോൾഡ് എൽഫയർ ഗോൾഡ് എൽഫയർ വാങ്ങണം. അതങ്ങനെ ഇവന്മാരെ കൊണ്ടുപോയി എക്ടോബാസ് 100 ഇനി ബോസിനെ കണ്ടുപിടിച്ചേ. എത്തി 10-20 കയറിയില്ലേ? 10-20 സർവറിൽ കയറി. അങ്ങനെ ലാസ്റ്റ് കിട്ടിയേ ഞാൻ കയറി നോക്കട്ടെ. ഷിപ്പ് കയറിയോട്ടെ. ബോസ് ഉണ്ടോക്കട്ടെ. ഷിപ്പ് കേറിട്ട് ബോസ് കാണില്ല. എയിലാണ് അവനിപ്പോ കേറിയത്? തേങ്ങ. വരുന്നു. ബുദ്ധരുണ്ടോ അടിക്കുന്നു. ഭാഗ്യണ്ട് പോസ്റ്റ് ആവല്ലേ. 10,000 കൊന്ന് എന്താ കിട്ടി ചോദിച്ചാ ഒന്നും കിട്ടിയില്ല. ഇല്ല വെറും ലെവല് കൂടി, ക്യാഷും കൂടി. ഞാൻ 12,000 14,000 കൊടുത്തിട്ടുണ്ടാവും. ബ്രോ മിനിമം അത്ര ഡാമേജ് കൊടുക്കാം. പ്രൈസ് കിട്ടണമെങ്കിലോ ബ്രോ ഒരു 20 ഡാമേജ് കൊടുക്കാം. അടിച്ചു വന്നാലും ബ്രോക്ക് സാധനം കിട്ടും. നമ്മൾ പോയിട്ടോ ഒരു ബോസിന് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ്. ഏകദേശം ഇപ്പൊ ആ ബോസിന് കിട്ടിയതിന് 10-20 സർവർ കയറി ഇറങ്ങിയിട്ടാ. പിന്നെ 15 സർവർ കയറി ഇറങ്ങി. ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെങ്കിലും ബോസിനെ കൊന്നിട്ട് ആ സാധനം കിട്ടണം. എന്തായാലും ഗോൾഡ് റൈസ്. ഇപ്പം നമ്മളതിൽ ഹ്യൂമൻ റൈസ് ആണ്. ഹ്യൂമൻ റൈസിന് വലിയ കാര്യമില്ല. എന്നാൽ ഞാൻ ബുദ്ധ യൂസ് ആക്കണേ. അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്കൊരു കാര്യമില്ല. മനസ്സിലായില്ല? അപ്പോൾ ഹ്യൂമൻ റൈസിൻ്റെ കാര്യമില്ല. പിന്നെ ഏഞ്ചലും എനിക്ക് വലിയ യൂസ് ഇല്ല. എനിക്ക് ഏറ്റവും യൂസ് ഇപ്പോൾ ഗോൾഡ് റൈസ് ആണ്. ആകുമ്പോൾ എൻ്റെ പകുതി ഹെൽത്ത് എൻ്റെ യൂസ് വെച്ചാൽ ഗോൾഡ് റൈസ് അത്യാവശ്യം ലെവലിൽ കൂട്ടി കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ബുദ്ധ ഇടുമ്പോൾ ഒന്നാമത് ബുദ്ധ എനിക്ക് എതിരെ എനിക്ക് വല്ലാതെ അടി വല്ലാതെ കൊടുക്കും. ഞാൻ നല്ല വലിപ്പമുണ്ടായിരുന്നു. അത് കൊള്ളാക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ സമയത്ത് എനിക്ക് പോസില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് രാവിലെ അത് ബോസ് പോയിണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് എന്താ പറയുക, എനിക്ക് പകുതി HP 1000 കൊണ്ട് 500 HP ആവുള്ളൂ. ഇത് എന്താ പറയുക ഗോൾഡ് ഉണ്ടെങ്കിൽ HP പാടുള്ളൂ. അത്രയും യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോപ്പടിച്ചാൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതിന് കുട്ടി ഇനി കൊല്ലുമ്പോൾ ഡ്രോപ്പ് വയ്ക്കാം. വെയിറ്റ് ആക്കാം. ഞാൻ ബോസിന് എത്തുമ്പോൾ വരാം. അതിന് ശേഷം ഒരു 25 മേലേക്ക് എന്തായാലും നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പെട്ടെന്ന് കിട്ടിയതാണ് ഒരു ബോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഞാൻ തന്നെ HP വരാൻ നോക്കട്ടെ. എന്നാൽ പിന്നെ നേരത്തെ ഡ്രോപ്പ് ചെയ്ത ഇതുണ്ടാവില്ലല്ലോ. ഡ്രോപ്പ് ഇങ്ങനെ കിട്ടും ചാൻസ് അങ്ങനെയാണ്. അപ്പോൾ ആരും ഇവിടെ ഇല്ല. എന്തായാലും വേറെ എനിമീസ് ആരും ഇല്ല. അപ്പോൾ മാക്സിമം കൊല്ലാൻ പറ്റുമോ ഗൈസ്? എങ്ങനെയെങ്കിലും കൊന്ന് കിട്ടിയാൽ മുതലാവും. ഞാൻ ഒന്ന് കൊല്ലട്ടെ. ചാവ് HP ഞാൻ പോകുന്നുണ്ട് കേട്ടോ. HP ഞാൻ ഫോണൊക്കെ ഉണ്ട്. എൻ്റെ വേഗം ഫോണിൽ വെച്ചാൽ പകുതി ആനായില്ലേ. എൻ്റെ HP കളയുമ്പോഴാണ് എനിക്കൊരു ഇറങ്ങേറാവുന്നത്. എൻ്റെ HP കളയുമ്പോഴാണ് പേടി. വേറെ ഒന്നും പേടിക്കാതൊക്കെ നമ്മൾ HP നമ്മൾ ചാവുള്ളൂ. കൈയുണ്ട് 2,11,000 ആണ് ഇവൻ്റെ HP. അപ്പോൾ നമ്മൾ ഏകദേശം 1 ലക്ഷം ആക്കി. വേഗം പോകണ്ടല്ലോ HP ഇപ്പോൾ. വേഗം 80,000 79,000. കൊല്ല് മുത്തേ. ഇന്നെ കൊല്ലാൻ നിൽക്കല്ലേ മുത്തേ. ഡ്രോപ്പ് ചെയ്യണേ പ്ലീസ്. മുത്തേ ഡ്രോപ്പ് ചെയ്യണം പ്ലീസ്. എനിക്ക് വയ്യ. 25-30 സർവ്വ അന്ന തപ്പിയാൻ നടന്നത്. അവൻ്റെ ഡിമാൻഡ് എനിക്ക് മനസ്സിലായില്ലേ? നമുക്ക് സഹായിക്കും മുത്തന്നെ.
ലാസ്റ്റ് എത്തിയോനെ. ലാസ്റ്റ് ഇപ്പം നന്നായിട്ട് എനിക്ക് പണിയുണ്ട്. നോക്കട്ടെ എങ്ങനെയും നോക്കട്ടെ. കൊല്ലി ചാവ്. അവസാനാണ്. എൻ്റെ എച്ച് പി കളില്ലേ, പ്ലീസ്. ആ ഇത് ഓണാക്കാം. ഇത് ഓണാക്കിയിട്ട് ഞാൻ അടിക്കാം. ആ ചത്ത്. എക്ടോപ്ലാസം ഹെൽഫയർ ടച്ച്. യു ഫൗണ്ട് ഹെൽഫയർ ടച്ച്. എന്താ ഹെൽഫയർ ടച്ച്? ഇതാണ് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ഞാൻ മറ്റേ വിളിക്കാം. അങ്ങനെ വിളിക്കണം. അവർക്ക് അറിയില്ല നന്നായിട്ട്. ആരെടുത്തേനത്? നോക്കാം. അതിനടുള്ള ആൾക്കല്ലേ ഇവൻക്കല്ലേ? കൊടുക്കണം ഗൈസ്. ഇതാണ് സാധനം. എന്തിന്റെ പേരുണ്ട്? ഹെൽഫയർ ടച്ച്. ഓക്കെ കൊടുക്കണേ ഗൈസ്. വാട്ട് ചോദിക്കണ്ടേ? 100 എത്ര ഉണ്ട് ഇപ്പം നമ്മൾ? ഇത് എക്ടോബാക്സം 120. ഓക്കെ ട്രൈ ചെയ്യണേ ഗൈസ്. സാധനം കിട്ടി. ഗോൾഡ് റൈസോ? എന്ത് ഗോൾഡ് റൈസോ? ഗോൾഡ് റൈസ് ആയി. വീറ്റും എടുക്കാം. നിക്കട്ടെ, ഞാൻ ആദ്യം മാറ്റടാ. ഐറ്റംസ് പോയിട്ട് എന്താ എത്ര ഫ്രാഗ്മെന്റ് എടുക്കണം ഹ്യൂമനിക്ക് മാറ്റണമെങ്കിൽ? ഓ അല്ല നമുക്ക് ആ നിർബന്ധമില്ലല്ലോ. നമ്മൾ തലമൊക്കെ കളർ വന്നു. നോക്കട്ടെ. കൊമ്പ് കണ്ടു. കറുപ്പ് കൊമ്പ്. കുട്ടൂസൻ. ഓ സീന് ആ പൊടിക്കും. വീട്ടിൽ നമുക്ക് നാളാക്കാം. ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോ അതിൻ്റെ ബൈ.